ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 വശവും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഒരു ഇലയുടെ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്ത ക്രാഫ്റ്റ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കുറച്ച് ഇലകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെയിൻസിൻ്റെ ഭാഗം ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതാ വെയിൻസിൻ്റെ എല്ലാ ഭാഗവും ഞാനിതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് ഈ വെയിൻസിൻ്റെ ഭാഗവും സൈഡ് ഭാഗവും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഇലയുടെ ഉൾഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഇലകളും ഞാനിതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിനൊരു തണ്ടാണ്. ഇനി ആവശ്യമുള്ള തണ്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ റോൾ ചെയ്തെടുത്ത് അതിന് നമുക്ക് ഇലയുടെ അതേ ഗ്രീൻ കളർ ഇതിലും ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിനാവശ്യമായ കുറച്ച് തണ്ടുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് ഈ തണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ തണ്ടിനകത്ത് ഈർക്കിൽ വെച്ചത് കാരണം നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ഒന്ന് വളച്ചെടുക്കാം. ഇനി ഇത് വെക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ച ഓരോ ഇലകളും ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.